ആമസോണിലൊരു സെല്ലറായിട്ട് എങ്ങനെയാണ് ക്ലോത്ത്സ് വിൽക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ മേ ബി നിങ്ങൾക്ക് ഓൾറെഡി ഒരു ക്ലോത്തിങ് സ്റ്റോർ ഉണ്ട്, അപ്പോൾ അതിൽ ക്ലോത്ത്സ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സെല് ചെയ്യണം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് സെല് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ പ്രൊഡക്ട്സ് സോഴ്സ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൽ ചെയ്യേണ്ടി വരിക എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ആണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആമസോണിലൊരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് ആമസോൺ സെല്ലർ സെൻറ്ററിൽ വിസിറ്റ് ചെയ്തതിന് ശേഷം സെല്ലർ അക്കൗണ്ടിനായിട്ട് സൈനപ്പ് ചെയ്യുകയാണ് ചെയ്യാം. സാധാരണ നമ്മളൊരു അക്കൗണ്ടിൽ സൈനപ്പ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബിസിനസ് നെയിം, അഡ്രസ്സ്, GST നമ്പർ മാൻഡേറ്ററി ആണ്. GST ഇല്ലാത്തവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം, ഞങ്ങൾ GST സർവീസസ് കൊടുക്കുന്നുണ്ട്. ഇനി ഓൾറെഡി GST ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ GST നമ്പർ ഈ ഒരു സെല്ലർ അക്കൗണ്ടിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഇൻഫർമേഷൻ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾക്ക് സേവിങ്സ് അക്കൗണ്ട് കൊടുക്കാം, കറണ്ട് അക്കൗണ്ട് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഇനി നിങ്ങൾക്ക് കറണ്ട് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ആഡ് ചെയ്താലും മതി. ആമസോണിൽ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ കറണ്ട് അക്കൗണ്ട് വേണമെന്ന് നിർബന്ധമില്ല. അടുത്തതായിട്ട് ആമസോൺ ഒരു വെരിഫിക്കേഷൻ, നിങ്ങളുടെ GST ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ടാവും. മേ ബി നിങ്ങളുടെ ആധാർ കാർഡോ പാൻ കാർഡോ മറ്റ് രജിസ്ട്രേഷൻസോ ചോദിച്ചേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിലവിലിപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ പ്ലാൻ ആണുള്ളത്. മന്ത്ലി നമുക്കൊരു സബ്സ്ക്രിപ്ഷൻ ഫീ ഒന്നും വരണില്ല. എപ്പോഴാണോ നമുക്കൊരു സെയിൽ ഉണ്ടാവുന്നത് അതിൻ്റെ മുകളിലുള്ളൊരു കമ്മീഷൻ മാത്രമാണ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത് ആമസോണിലൊരു സെല്ലർ ആവുകയാണെന്നുണ്ടെങ്കിൽ. അതായത് പല പ്ലാറ്റ്ഫോംസിലും മുൻകൂട്ടി തന്നെ നമ്മൾ ഇത്രയൊരു എമൗണ്ട്, ഇത്രയും ലിസ്റ്റിങ്സ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഈ ഒരു ലിസ്റ്റിങ്സ് അവരുടെ വെബ്സൈറ്റിൽ ലൈവായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു സെയിലില്ലെങ്കിൽ പോലും ആ ഒരു ചാർജ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഫീ ആയിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ സെല്ലിങ് ചെയ്യാം. സെയിൽ ഉണ്ടാകുമ്പോൾ മാത്രം അതിൻ്റെ ഒരു നിശ്ചിത %, നിങ്ങളുടെ പ്രൊഡക്റ്റ് കാറ്റഗറീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള നിശ്ചിത % കമ്മീഷനായിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്ട്സിന് ബാർകോഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. ബാർകോഡ് വേണമെന്ന് നിർബന്ധമില്ല. ബാർകോഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റിംഗ്, അതായത് പ്രൊഡക്ട്സ് ആമസോണിൻ്റെ പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലിസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് കുറച്ചുകൂടി ഈസി ആക്കാനായിട്ട് ബാർകോഡ്സ് ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാർകോഡ്സ് ഇല്ലാത്ത രീതിയിൽ ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. ബാർകോഡ്സ് ഇല്ലാത്ത രീതിയിൽ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രാൻഡ് അപ്രൂവൽ എടുക്കും. അതുപോലെ തന്നെ ഒരു GTIN എക്സംഷൻ, ബാർകോഡ്സ് ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു GTIN എക്സംഷനും എടുക്കും. അപ്പോൾ ഇതിനായിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ എല്ലാ സൈഡിലുള്ള ഇമേജസൊക്കെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ, നിങ്ങളുടെ ബ്രാൻഡ് നെയിം കാണിക്കുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ എല്ലാ സൈഡിലുള്ള ഇമേജസ് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അത് വെരിഫൈ ചെയ്തിട്ട് അവർ നിങ്ങൾക്ക് ബ്രാൻഡ് അപ്രൂവലും അതുപോലെ തന്നെ GTIN എക്സംഷനും തരുന്നതാണ്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഓൾറെഡി നിങ്ങൾ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് ആമസോണിൽ ഓൾറെഡി മറ്റ് സെല്ലേഴ്സ് വിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലിസ്റ്റിംഗ് കുറച്ചുകൂടി ഈസിയാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പുതിയൊരു ലിസ്റ്റിംഗ് ആയിട്ട് ക്രിയേറ്റ് എ ന്യൂ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ക്ലോത്തിങ്ങിൻ്റെ ഒക്കെ ലിസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് സൈസ് ചാർട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കസ്റ്റമേഴ്സിന് കറക്റ്റായിട്ടുള്ള രീതിയിലുള്ള പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി റിട്ടേൺസ് നമുക്ക് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി ലോസിലേക്ക് നമ്മുടെ ബിസിനസ് നീങ്ങും. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് എപ്പോഴും സൈസ് ചാർട്ട് ഓരോ ലിസ്റ്റിങ്സിനും പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 5 മോഡൽ ഇമേജസ് എങ്കിലും സെല്ലർ സെൻറ്ററിൽ ലിസ്റ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സിന് നിങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത് കുറച്ചുകൂടി കസ്റ്റമേഴ്സിന് ബെറ്റർ ആയിരിക്കും അവരുടെ ഡിസിഷൻ എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ആ ഒരു ക്ലോത്തിൻ്റെ പെർട്ടിക്കുലർ മെറ്റീരിയൽ എന്താണ്, വാഷ് കെയർ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കാം ട്രേഡ് മാർക്ക് വേണമെന്നുള്ളത്. ട്രേഡ് മാർക്ക് മാൻഡേറ്ററി അല്ല, ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ട്രേഡ് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് A+ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലിസ്റ്റിങ്ങിൽ ആഡ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി എന്തൊക്കെ ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് ആണ് നിങ്ങൾക്ക് ആമസോണിൽ സെല് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് നോക്കാം. വുമൻസ് ലോഞ്ചറി, അതുപോലെ ബേബി അപ്പാരൽ, കിഡ്സ് അപ്പാരൽ, വുമൻസ് സ്ലീപ്പ് വെയർ, മെൻസ് ഇന്നർ വെയർ, ഇങ്ങനെ ഏത് കാറ്റഗറിയിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആമസോണിൽ സെല് ചെയ്യാനായിട്ട് സാധിക്കും ക്ലോത്തിങ് റിലേറ്റഡ് ആയിട്ട്. മൂന്നാമതായിട്ട് വരുന്നത് ഇതിൻ്റെ ഡെലിവറി റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് ആണ്. അതായത് കസ്റ്റമേഴ്സിന് ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെ ഡെലിവറി ചെയ്യാം എന്നുള്ളത് 3 ഓപ്ഷൻസ് ആണ് നമുക്ക് മെയിനായിട്ടുള്ളത്. ഇതിലാദ്യത്തതാണ് FBA എന്ന് പറയുന്നത്. ഈസി ഷിപ്പ്, സെൽഫ് ഷിപ്പ് എന്ന് പറയുന്നത് FBM വരുന്ന കാര്യങ്ങളാണ്. അതായത് ഫുൾഫിൽഡ് ബൈ മെർച്ചൻ്റ് ആണ്
ഈസി ഷിപ്പും സെൽഫ് ഷിപ്പും വരുന്നത്. ഫുൾഫിൽ ബൈ ആമസോൺ എന്ന് പറയുന്നത് നമ്മൾ മുൻകൂട്ടിയിട്ട് ഓർഡേഴ്സ് വരുന്നതിന് മുമ്പ് തന്നെ ഇത്ര നമ്പർ ഓഫ് യൂണിറ്റ് മേ ബി നമുക്ക് ഈ അടുത്ത മാസം സെയിൽ വരും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിൽ നമ്മൾ ആമസോണിൻ്റെ വെയർഹൗസിലേക്ക് ഈ പ്രോഡക്ട്സ് മുൻകൂട്ടി അയക്കുകയാണ്. നമുക്ക് ഓർഡർ വരുന്നതിനനുസരിച്ചിട്ട് ആമസോണിൻ്റെ വെയർഹൗസിൽ നിന്ന് തന്നെയാണ് അത് പാക്ക് ചെയ്ത് പോകുന്നത്, കസ്റ്റമേഴ്സിന് അയക്കുന്നത് അവർ. ഇങ്ങനെ അയക്കുമ്പോഴുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ FBA ത്രൂ സെല് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൈം ബാഡ്ജ് കിട്ടും. അതായത് ചില ലിസ്റ്റിങ്സിന് നമുക്കറിയാം ആമസോണിൽ നമ്മൾ പ്രൈം ബാഡ്ജ് കാണും. അതുപോലെ പ്രൈം കസ്റ്റമേഴ്സിന് ഈസി ആയിട്ട് തന്നെ ഫ്രീ ഡെലിവറിയിലോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഡെലിവർ ആവുന്ന രീതിയിലൊക്കെ നമ്മുടെ പ്രൊഡക്റ്റ് പോകും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വിസിബിലിറ്റി കിട്ടും. അപ്പോൾ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ കേരളത്തിലൊന്നും FBA സെൻറ്റേഴ്സ് ഇല്ല. ആമസോൺ ഡയറക്റ്റ് ഡീൽ ചെയ്യുന്ന വെയർഹൗസസ് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടി സെല്ലർ ഫ്ലെക്സ് MSF എന്ന് പറയുന്ന തേർഡ് പാർട്ടി വെയർഹൗസസിനെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ അതിന് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന 2 ഓപ്ഷൻസാണ് ഈസി ഷിപ്പ് അതുപോലെ സെൽഫ് ഷിപ്പ് എന്ന് പറയുന്നത്. സെൽഫ് ഷിപ്പ് പേര് പോലെ തന്നെ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് ആ ഒരു ഓർഡർ പാക്ക് ചെയ്ത് കസ്റ്റമേഴ്സിന് ഡെലിവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൊറിയർ പാർട്ട്ണർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഓർഡർ ഡെലിവറി ചെയ്യാം. ഇന്ത്യ പോസ്റ്റോ അല്ലെങ്കിൽ ബ്ലൂ ഡാർട്ടോ DTDCയോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓരോ ഓർഡേഴ്സും ഡിസ്പാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ തന്നെ മാനുവലി ആ ഒരു ഓർഡറിൽ വന്നിട്ട് ആ ഒരു ഓർഡറിൻ്റെ ട്രാക്കിംഗ് ID അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ് ഇതിനകത്ത് മെയിനായിട്ട് വരിക. പിന്നെ തീർച്ചയായിട്ടും ഓരോ ഓർഡേഴ്സും നിങ്ങൾ തന്നെ മാനുവലി കൊണ്ടുപോയിട്ട് വേണം അയക്കാനായിട്ട്. ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ടാണ് ഈസി ഷിപ്പ് ഉള്ളത്. അതായത് നിങ്ങൾ പാക്ക് ചെയ്ത് ഓർഡർ മുകളിൽ ലേബിളൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ആമസോണിൻ്റെ തന്നെ ടീം വന്നിട്ടാണ് നിങ്ങളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിലാണെന്നുണ്ടെങ്കിൽ ഓഫീസിൽ വന്നിട്ട് അത് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഈസി ഷിപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ട്രാക്കിംഗ് IDയും കാര്യങ്ങളൊന്നും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ ഓട്ടോമാറ്റിക്കലി തന്നെ ആവുന്നതാണ്. ഇനി 4ാമത്തെ കാര്യം വരുന്നത് പേയ്മെൻറ്റ് റിലേറ്റഡ് ആണ്. പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഒരു ഓർഡർ അത് ഡെലിവർ ആയിക്കഴിഞ്ഞാൽ 7 ദിവസത്തിനകത്താണ് ആമസോൺ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ 1000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വിറ്റുന്നുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ആമസോണിൻ്റെ കമ്മീഷനെല്ലാം കിഴിച്ചതിന് ശേഷം ബാക്കി വരുന്ന എമൗണ്ട് നിങ്ങൾക്ക് ഡെലിവർ ചെയ്ത ഓർഡേഴ്സിൻ്റെ 7 ദിവസത്തിനകത്തായിട്ട് എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ്ലി ഡെപ്പോസിറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ കമ്മീഷൻ റേറ്റ്സും കാര്യങ്ങളൊന്നും നോക്കാം. ഇത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ ഒരു ക്ലോത്താണ് നിങ്ങൾ സെല് ചെയ്തതെന്ന് വിചാരിക്കാം. ആ ഒരു 1000 രൂപയുടെ ക്ലോത്തിങ്ങിന് 500 ഗ്രാമിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ ഫൈനൽ വെയിറ്റ് വരുന്നതെന്നും കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആമസോണിൻ്റെ ക്ലോസിംഗ് ഫീ വരുന്നത് 30 രൂപയാണ്. ക്ലോസിംഗ് ഫീ എന്ന് പറയുന്നത് എത്രയാണോ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറുന്ന ഒരു കാര്യമാണ്. റെഫറൽ ഫീ 18%. അതായത് ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഐറ്റം പ്രൈസ് 300 രൂപയോ അതിൽ കുറവോ ആണെന്നുണ്ടെങ്കിൽ 14%, നിങ്ങളുടെ പ്രൈസ് 300 രൂപയ്ക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ 18% ക്ലോത്തിങ്ങിന് ആമസോൺ ചാർജ് ചെയ്യുന്ന കമ്മീഷൻ റേറ്റ് വരുന്നത്. അപ്പോൾ റെഫറൽ ഫീസ് അറ്റ് 18% ആണ് 180 റുപ്പീസ് കാണിച്ചിരിക്കുന്നത്. ഈസി ഷിപ്പ് ഡെലിവറി ഫീസ് റീജിയണൽ ഓർഡർ ആണെന്ന് വിചാരിക്കാം. അതായത് ആമസോണിൽ നമുക്ക് ലോക്കൽ അതുപോലെ റീജിയണൽ നാഷണലായിട്ട് സെപ്പറേറ്റ് ഈസി ഷിപ്പ് ചാർജസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് റീജിയണൽ ഓർഡർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെലിവറി ഫീസ് വരുന്നത് 51 രൂപയാണ് 500 ഗ്രാമിൻ്റെ ഒരു പാക്ക് അയക്കാനായിട്ട്. അപ്പോൾ ആ ഒരു എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആമസോണിൻ്റെ ടോട്ടൽ ഫീസ്, അതായത് റെഫറൽ ഫീ, ക്ലോസിംഗ് ഫീ, ഡെലിവറി ഫീ, ഈസി ഷിപ്പിൻ്റെ ഡെലിവറി ഫീ, ഇതെല്ലാം ഇതിൻ്റെ മുകളിലൊക്കെ GST ചാർജ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള GST ആണ് 46 രൂപ 98 പൈസ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 307 രൂപ 98 പൈസയാണ് വരുന്നത്. ഇതാണ് ടോട്ടൽ ആമസോൺ ഫീസ് വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുക. അതായത് 692 രൂപ 2 പൈസ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങളുടെ ക്ലോത്തിങ്ങിൻ്റെ മുകളിൽ GST ഉണ്ടെന്നുണ്ടെങ്കിൽ ആ GST അടക്കമാണ് ഈ ഒരു ഏണിങ്സ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ അതത് ടൈമിൽ ഫയൽ ചെയ്യേണ്ടതായിട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഉണ്ട് GSTയിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് GST ഫയൽ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ടിൽ നിന്ന് GST കൂടെ പോകുന്നതാണ്. ഇനി ആമസോണിലൂടെ ക്ലോത്ത്സ് വിൽക്കുന്നതിൻ്റെ കൂടുതലായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ കാൽക്കുലേറ്റ് ദി പൊട്ടൻഷ്യൽ പ്രോഫിറ്റ് യു ക്യാൻ ഏൺ വിത്ത് ക്ലോത്ത്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ആമസോണിൻ്റെ റെഫറൽ ഫീ, ക്ലോസിംഗ് ഫീ, വെയിറ്റ് ഹാൻഡ്ലിംഗ് ഫീ, മറ്റു ഫീസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ലഭിക്കുന്നതാണ്.
ഇനി കൂടുതൽ സെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും കീവേഡ് റിസർച്ച് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ടൈറ്റിലും ബുള്ളറ്റ് പോയിൻറ്റ്സിലും ഡിസ്ക്രിപ്ഷൻസിലൊക്കെ കീവേഡ്സ് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കസ്റ്റമേഴ്സ് എന്താണോ സെർച്ച് ചെയ്യുന്നത് അത് നിങ്ങളുടെ കീവേഡ്സ് ആയിട്ട് ലിസ്റ്റിങ്സിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. രജിസ്റ്റേർഡ് ബ്രാൻഡ് ഓണറാണ്, അതായത് ട്രേഡ് മാർക്ക് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ A+ കണ്ടൻറ്റിൻ്റെ ഒരു ഫീച്ചർ കൂടെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് നന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആമസോണിൽ തന്നെ സ്പോൺസേർഡ് ആഡ്സ് റൺ ചെയ്യാം, ഡീൽസ് റൺ ചെയ്യാം, പ്രൊമോഷൻസ് റൺ ചെയ്യാം, ഡിസ്കൗണ്ട്സ്, കൂപ്പൺസ്, ലൈറ്റ്നിങ് ഡീൽസ് ഒക്കെ കൊടുക്കാം. അപ്പോൾ അതും നമുക്ക് കൂടുതൽ സെയിൽസ് ആയിട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും.